ഗെയിമേഴ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ വെൽക്കം ബാക്ക് അല്ല, ഇതെൻ്റെ ഒരു പുതിയ ചാനലാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഇത് ഞാൻ പറയുന്നില്ല. ഐ ആം നെയ്സർ. ഓക്കെ, എൻ്റെ പേര് നെയ്സർ. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്നത് സാധാ ഒരു വാനില ലെക്സ് പ്ലേ ആണ്. ഓക്കെ, അപ്പം സാധാ വാനില ലെക്സ് പ്ലേ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മോഡ് കാണത്തില്ല, അങ്ങനെ ഒരു തേങ്ങ കാണത്തില്ല, സാധാ ഒരു ലെക്സ് പ്ലേ. ഓക്കെ, അയ്യോ കൊല്ലത്തില്ല. ഓക്കെ, അപ്പം സാധാ ഒരു ലെക്സ് പ്ലേ ആയ സ്ഥിതിക്ക് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഇതെൻ്റെ പുതിയ ചാനലാണ്, മര്യാദയ്ക്ക് സബ്സ്ക്രൈബ് ബട്ടൺ കയറി ക്ലിക്ക് ചെയ്തോണം കേട്ടോ. ഓക്കെ, അപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ കരുതിയിട്ടിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് നിങ്ങൾ സപ്പോർട്ട് തന്ന വലിയ ഉപകാരം. നന്ദി, നമസ്കാരം. ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ട് പോകുന്നു നിങ്ങളെ വിചാരിച്ചേണ്ട. അപ്പം ഇന്ന് നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇന്ന് ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് സൈഡിൽ കാണുന്ന സൈഡ് മീൻസ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആദ്യ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ സീഡ് ഞാൻ തിരഞ്ഞെടുത്തെടുത്ത സീഡാണ്. ഓക്കെ, സ്പോണിങ്ങിൽ തന്നെ വില്ലേജാണ്. അപ്പം സീഡ് ഡിസ്ക്രിപ്ഷനിൽ കാണും, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ കളിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞെന്നുള്ളൂ, വേണമെങ്കിൽ കളിച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പം ഇനി വല്ല ലാഗാക്കുന്നില്ല, നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനകത്ത് സ്പോണിൽ തന്നെ ഒരു വില്ലേജ് ഉണ്ട്, അതാണ് ഈ സീഡ് ഞാൻ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് കേട്ടോ. സ്പോണിൽ തന്നെ ഒരു വില്ലേജ് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പം ആ ഒരു വില്ലേജ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ സീഡ് എടുത്ത്, മാത്രമല്ല അതൊരു പ്ലെയിൻസ് ആണ്, എനിക്ക് വീട് ഉണ്ടാക്കാൻ കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ ജസ്റ്റ് ഒരു വീട് ഉണ്ടാക്കി വെക്കും, ഗെയിം നിർത്തും, ഇതാണ് എൻ്റെ പ്ലാൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതൊക്കെ ലൂട്ട് ചെയ്യണം. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണും നോക്കണം. നമ്മളിത് ഒരിക്കലും തുറന്ന് നോക്കരുത്, നമ്മളിത് പൊട്ടിക്കണം. ഓക്കെ, ആസ് എ സർപ്രൈസ്. നല്ല സർപ്രൈസ്. ഓക്കെ, ഇതൊക്കെ എനിക്ക് ആരെയും അറിയാം, എന്നാലും ഞാൻ വെറുതെ ഒരു തമാശ. ഓക്കെ, അപ്പോൾ ഇപ്പം 2 ടൈപ്പ് ഓഫ് അയൺ ആർമർ ഫുൾ ആർമർ ഫസ്റ്റ് ആയാൽ നന്നായിരുന്നു. പിന്നെ നമുക്ക് ക്യാരറ്റ് എടുക്കാം. ഓക്കെ, വില്ലേജർ മാമ വരുന്നുണ്ട്, അവന് പറ്റിയിട്ടില്ല ക്യാരറ്റ് എടുക്കുന്നത്. ഓക്കെ, എടാ ഇവൻ പെട്ടെന്ന് ഞാൻ വരുന്ന കണ്ടപ്പോൾ എടുക്കുന്ന നോക്കി, എന്താ ഇവന്, എന്താ ഞാൻ ഒരു പാവല്ലേ, നിന്നൊക്കെ എന്തെങ്കിലും ചെയ്താ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ബ്ലാക്ക് സ്മിത്ത്. അതിനു മുമ്പ് നമുക്കൊരു ബെഡ് എടുക്കണം. ഇതൊക്കെ പിന്നെ ഓസിൻ എടുക്കണം. ഒക്കെ ഓസിൻ എടുക്കണം, ഒന്നും നമ്മൾ വിടാൻ പാടില്ല. ഓക്കെ, പിന്നെ ഇത് പൊട്ടിക്കാം. മറ്റേ ഇൻവെൻട്രിയിൽ എന്തെങ്കിലും ഉണ്ടോ പൊട്ടിക്കാൻ? ഒരു മണ്ടൻ, ഒരു ഷോണ്ടൻ. ഇൻവെൻട്രിയിലൊന്നുമില്ല, ഇൻവെൻട്രിയിലൊന്നും കാണുന്നില്ല. നെക്സ്റ്റ് ബ്ലാക്ക് സ്മിത്ത് മുകളിലുണ്ട്, നമുക്ക് അതും കൂടി ലൂട്ട് ചെയ്യാം. വേഗം 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 നമ്മൾ ഈ എക്സ്പ്ലെയിനിൽ ഈ വില്ലേജ് ലൂട്ട് ചെയ്യുന്നത് ഫാസ്റ്റ് ആക്കണം. ഓക്കെ, മറ്റേ പിന്നെ ഇതിനകത്തൊന്നും കാണത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പിടിച്ചോ. ഓക്കെ, ഇതിനകത്ത് എന്താ കിട്ടുന്നത്? വേഗം നോക്കാം. ഓക്കെ, ഇതിനകത്ത് വലിയ കുഴപ്പമില്ല. ഓക്കെ, ഈ പിക്കാക്സ് കയ്യിൽ വെക്കാൻ കാരണം നമുക്ക് സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കണം. ഓക്കെ, സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്തോ അടേ ഇത് ഇവിടെ നെക്സ്റ്റ് ബ്ലാക്ക് സ്മിത്ത് തുടങ്ങി. ഓക്കെ, എനിക്ക് വില്ലേജ് കിട്ടാൻ വേണ്ടി ഒരു സീഡ് തപ്പി, അത് കിട്ടി. പൊട്ട പിക്കാക്സ് കൊണ്ടിരിക്കടാ പൊട്ടിക്കുന്നത്. വീണ്ടും സെയിം സാധനങ്ങൾ, എന്താ ഇത് സെയിം എടാ 3 സോഡൊക്കെ എനിക്ക് എന്തിനാടാ? ആവശ്യമില്ലാത്തൊക്കെ തന്നോണം, ആവശ്യമുള്ളൊന്നും തരാൻ പാടില്ല. പിക്കാക്സ് കിട്ടി, പിക്കാസ്. ഓക്കെ, പിക്കാസ് എല്ലാ ഓസിലും ഒന്ന് ഡോറട ഒന്നും പാടില്ല. ഓക്കെ, ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ പാടില്ല, ഒക്കെ ഓസിന് വേണം ചെയ്യാൻ. ഇവിടെ ഒരു ചെസ്റ്റ് വേണം. വേം പഠിക്കുക. എല്ലാ ഓസിനും എടുക്കണം, ഒന്നും നമ്മൾ പറ്റിക്കരുത്. ഓക്കെ, അവിടെ ചെയ്യില്ല. ആടാ. ഓക്കെ, അയ്യോ ഷിറ്റ്. നെക്സ്റ്റ് ബ്ലാക്ക് സ്മിത്ത് ഉണ്ടോ അവിടെ? വേറെ എന്താ ഉള്ളത്? ഇതിനകത്ത് കയറി നമ്മൾ എന്തെടുക്കണം? എൻട്രൻസ് അവിടെ. ഇത് വേണ്ട, ആവശ്യമില്ല. ഓക്കെ, ഇത് എടുക്കാനായിട്ടില്ല, ആവശ്യമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ആവശ്യം ഉണ്ടപ്പോൾ നമുക്ക് എടുക്കാം. പിന്നെ അത് അവിടെ ഒരു സാധനം. ഓക്കെ, ചാടിക്കോ. ഓക്കെ, ഇന്നത്തെ നമ്മളെ മെയിൻ ഗോളെന്ന് പറയുന്നത് ഒരു വീടുണ്ടാക്കുക, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അയ്യോ ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഈ വീടുണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വേഗം നിർത്തും. അതൊക്കെ പൊട്ടിക്കാം, ഒക്കെ നമ്മൾ പൊട്ടിക്കും. ഓക്കെ, ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻവെൻട്രി ഫുള്ളായ. അപ്പോൾ ഇതൊക്കെ ആരെടുക്കും? ഇതിനകത്തിടാം. കൊളത്തില്ലേ?
എന്തുകൊണ്ട് കൊള്ളത്തില്ല എടാ? എന്തുകൊണ്ട്? അയ്യോ, ഇത് ഇതിലായിട്ട് സ്റ്റാക്ക് ചെയ്യുന്ന മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. അതാണ് നമുക്ക് എന്ത് ഇടാൻ പറ്റത്തില്ല. ക്യാരറ്റ് ഇടാം. നമുക്ക് സ്റ്റാക്ക് ചെയ്യുന്ന മാത്രമേ ഇതിനകത്ത് ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ. അയ്യോ, ഇതെൻ്റെ അടുത്ത് ഓൾറെഡി ആണ്. അപ്പോൾ ഗോൾഡിനെ വരെ നല്ല ഇതാണ്. ഓക്കെ. അയ്യോ 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 സോറി എടാ, ഞാൻ മൾട്ടിപ്ലെയർ ഓഫ് ആക്കിയിട്ടാൻ മറന്നു എടാ. അയ്യോ പണിയായല്ലോ, മൾട്ടിപ്ലെയർ ഓഫ് ആക്കിയിട്ടില്ല. അല്ലാ, ഞാൻ അത് ഓഫ് ആക്കിയിട്ട് വരട്ടെ. കിക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ, വല്ല കിക്ക് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം നെക്സ്റ്റ് പണിയിലോട്ട് കിടക്കാം. ഇനി നമുക്ക് വീട്, അയ്യോ പെട്ടെ. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ലൗഡിൽ പറയാം. ഞാൻ ഇത്ര നേരം കുറച്ച് വെല്ലയാണ് പറഞ്ഞതെന്ന് എനിക്ക് അറിയാം, അതെൻ്റെ ഒരു മിസ്റ്റേക്കാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കാൻ മറന്നു പോയതാണ് സംഭവം. ഓക്കെ, ശ്രദ്ധിക്കണം, അതാണ് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം ഇനി നമ്മൾ നേരെ നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പൊട്ടിക്കണം. ഇതൊന്നും നമ്മൾ വെറുതെ വെക്കരുത്. ഓസിന് കിട്ടുന്ന എല്ലാം കണ്ട് കാച്ചിക്കണം. ഓസിന് കിട്ടുന്നത് കാച്ചണം, കച്ചിനെ വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം വേഗം വീടുണ്ടാക്കണം. എൻ്റെ പ്ലാൻ എങ്ങനെയാണ്? ആദ്യം വേഗം വീടുണ്ടാക്കണം. ഓക്കെ, അപ്പോൾ വലിയ സെറ്റപ്പൊന്നും അല്ല, ഒരു ചെറിയ കുഞ്ഞ് വീടുണ്ടാക്കണം. സ്റ്റാർട്ടർ ഹൗസ്. ഓക്കെ, ഇനി എൻ്റെ അടുത്തൊരു ഐഡിയ ഉണ്ടടി. ഈ അയൻകുളത്തിന് ഞാൻ കൊല്ലത്തില്ല കേട്ടോ, കാരണം ഇപ്പോൾ കുറച്ച് നല്ല കുട്ടിയാണ്. ഓക്കെ, ഞാൻ എല്ലാവരും മാറിയല്ല, അയൻകുളത്തിന് ഞാൻ കൊല്ലത്തില്ല. ഒരിക്കൽ ഞാൻ കൊല്ലത്തില്ല. ഓക്കെ, ഞാൻ കൊല്ലത്തില്ല ഉറപ്പാ. വേണ്ട, കൊല്ലില്ല. ഞാൻ അയൻകുളത്തിനെ കൊല്ലത്തില്ല. ഞാൻ കൊന്നിട്ടേ ഇല്ല അയൻകുളത്തിന്. ഓക്കെ, നിങ്ങളാരും കണ്ടില്ലല്ലോ ഞാൻ കൊല്ലുന്നത്. ഞാൻ കൊന്നിട്ടില്ല. ഓക്കെ, ഞാൻ കൊന്നിട്ടേ ഇല്ല. ഓക്കെ, ഇനി അവിടെ ഒരു ബ്ലാക്ക് സ്മിത്തും കൂടി ഉണ്ട്, നമുക്ക് അതും കൂടി ലൂട്ടണം. ഇത് ഞാൻ ലൂട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ക്യാരറ്റ് അയ്യോ ക്യാരറ്റ് കയ്യിൽ വെക്കാൻ വില്ലേജർ വരില്ല. ഓക്കെ, ഇത് ഞാൻ ലൂട്ടണം. ഇതിലെന്തൊക്കെ ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടോ? എടാ കള്ള, ഇതെങ്ങനെ ഇപ്പം ഇനി ലൂട്ടാൻ പോകുന്നത്? ഞാൻ ഇതിനകത്ത് കൊള്ളു. കൊള്ളും. സാധനം കൊള്ളും. ഒരു ചെസ്റ്റ് പ്ലേസ് കിട്ടി ഇതിനകത്ത്. മഷ്റൂം വേണ്ട നമുക്ക്. ഓക്കെ, ചെസ്റ്റ് പ്ലേസ് നമുക്ക് ഇടാം, പ്ലേറ്റ് നമുക്ക് ഇടാം, നോക്കിയിടേ. ഓക്കെ, ചെസ്റ്റ് പ്ലേറ്റ് ഇടാം, പിക്കാസ് കൈ വെക്കാം. ഇത് ഇനി വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, ഇനി വേണമെങ്കിൽ എടുക്കാം. നെക്സ്റ്റ് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എടാ എല്ലാതും ലൂട്ടണം. മുറ്റം നിറയെ ഞാൻ ഇങ്ങനെ പാട്ടൊക്കെ പാടും കേട്ടോ വീഡിയോൻ്റെ ഇടയ്ക്ക്, നിങ്ങളത് ക്ഷമിച്ച് കളയടേ. എന്താണെന്ന് അറിയില്ലടാ, ഞാൻ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് പാട്ട് പാടുന്നതുകൊണ്ടാണ്. ഞാൻ വലിയൊരു ഗായികനാണ്, നിങ്ങൾക്ക് എൻ്റെ പാട്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായില്ല അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ബെല്ലടിച്ച് കുറച്ചെണ്ണത്തിനെ പൂട്ടണം. ബെല്ല് വിട്ടുപോ ഒക്കെ വിട്ടുപോ. പൊട്ട വീട് ഓൺ ദ വേ അപ്പ് വില്ലേജർ നമ്പർ 1 പൊട്ട വില്ലേജർ നമ്പർ 1 പോട്ടെ. നല്ല കുട്ടി. ഷിഫ്റ്റ് ബട്ടൺ മറന്നു പോകുന്നു ഇവിടെ. നെക്സ്റ്റ് ഇതിനകത്ത് ബെഡ് നടത്തിയില്ലല്ലോ. പിന്നെ ഇതിനകത്ത് വില്ലേജർ എന്തേ? വില്ലേജറിനെ കാണുന്നില്ല ഇതിനകത്ത്. വില്ലേജർ. ഓക്കെ, നെക്സ്റ്റ് വീട് നോക്കാം. വില്ലേജർ. ഞാൻ ഇതിനകത്ത് ബെഡ് വെച്ചിട്ടില്ല. അയ്യോ, അലാറം ചെറുതായിട്ട് അലാറം അടിച്ചതാണ് കേട്ടോ, അത് നിങ്ങൾ ക്ഷമിച്ച് കളാം. ഇതിനകത്തുള്ള വില്ലേജർ എന്തിടെ? അയ്യോ, പുറത്തു പോയി. ബെല്ലടിക്കണം. വീട്ട് കയറടാ. പോടാ. നല്ല കുട്ടി. ബാക്ക് ഷിഫ്റ്റ്. കറക്റ്റ്. ഇതല്ലെങ്കിൽ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളടുത്ത് സ്പേസ് ഉണ്ട്, സോ നമുക്ക് സ്റ്റോറേജ് ഫുള്ളാക്കാം. ഈ ക്യാരറ്റൊക്കെ നമുക്ക് എടുക്കണം, കാരണം ക്യാരറ്റ് ഫാമാണ് ഞാൻ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ളതിനൊക്കെ ഞാൻ അതിൻ്റെ കൂടെ മറ്റേ കണ്ടാ എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വീടുണ്ടാക്കാൻ നല്ലൊരു സ്പേസ് കണ്ടുപിടിക്കണം. ഓക്കെ,
ഓക്കെ. അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ വീടിന് വേണ്ടി നല്ലൊരു സ്പേസ് ഉണ്ടാക്കണം. ഓക്കെ. അപ്പം ഇത്രയും നേരം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വില്ലേജ് സ്പീഡ് റൺ ലൂട്ടാണ്. ഓക്കെ, വില്ലേജ് സ്പീഡ് റൺ ലൂട്ട്. ഓക്കെ, അപ്പം ഈ ഒരു സംഭവം എന്തിനാണ് ഞാൻ ചെയ്തതെന്ന് ചോദിച്ചാൽ വെറുതെ ഒരു മനസ്സുഖം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ വീട് ഉണ്ടാക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അത് ഇവിടെ പ്ലെയിൻസ് ആയിട്ട് നമുക്ക് എവിടെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറയത്തില്ല. നമുക്ക് വില്ലേജിനെ കുറച്ച് ക്ലോസർ ആയിട്ട് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് വില്ലേജ് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടുത്തെ കിങ്, ഞാൻ ഇവിടുത്തെ വില്ലേജൊക്കെ റീക്രിയേറ്റ് ചെയ്യും. ഇതാണ് എൻ്റെ ഒരു ബേസിക് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ വല്ലതും പറയുന്നില്ല, വീടുണ്ടാക്കാനുള്ള ഒരു പ്ലേസ് കണ്ടുപിടിക്കുക, വീടിൻ്റെ ഡിസൈൻ കണ്ടുപിടിക്കുന്നു, ഉണ്ടാക്കും. ഇതാണ് നമ്മളെ മെയിൻ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വേഗം തന്നെ കടക്കാം. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, ഞാൻ സ്പേസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് വില്ലേജിൻ്റെ ബാക്കിൽ തന്നെയാണ് കേട്ടോ. അപ്പം ഈ വില്ലേജിൻ്റെ ബാക്കിലുള്ള സ്ഥലത്താണ് ഞാൻ വീട് ഉണ്ടാക്കി വെച്ചത്. ഇവിടെ പിന്നെ പ്ലെയിൻ ആയതുകൊണ്ട് നമുക്ക് വാട്ടർ ബക്കറ്റിൻ്റെ പണി മാത്രമേ വരുന്നുള്ളൂ, അതും കൂടിയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ഹോം ഐലൻഡ്, ഈ ഹോം ഐലൻഡ് അപ്പുറത്ത് വില്ലേജ് ഐലൻഡ്, അത് കഴിഞ്ഞിട്ട് ഫാം ഐലൻഡ്, ഇങ്ങനെ ഐലൻഡ് അതിന് പോലെ ഏകദേശം നിങ്ങൾ വിചാരിക്കുന്ന സുധീനെ കോപ്പി അടിച്ചതെന്നാണ്. അതന്നെയാണ്, സുധീനെ കോപ്പി അടിച്ചതിന് കുറച്ചൊക്കെ നമ്മളെ ഗോഡിനെ കോപ്പി അടിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനേ. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ പ്ലാന്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു വീടിൻ്റെ ഡിസൈൻ കണ്ടുപിടിക്കണം, എന്നിട്ട് അത് ബിൽഡ് ചെയ്യണം. അപ്പം ഇത്രയും പണിയാണ് ഇനി നമുക്കിവിടെ ബാക്കി വരുന്നത്. ഓക്കെ, അപ്പം ആദ്യം ഞാൻ ഗ്രൈൻഡിങ്ങിലോട്ട് കിടക്കണം. ഞാൻ ഇത്രയും നേരമായിട്ട് ഇതിനകത്ത് ഞാനൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ പോലും ഞാൻ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ല. ഓക്കെ, കാരണം എന്താ, നമ്മൾ വില്ലേജിലോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ഗ്രൈൻഡ് ചെയ്യണം, ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്യണം, പിന്നെ ഇവിടുത്തെ പോച്ചയൊക്കെ ഒന്ന് കളയണം, പിന്നെ ഒരു വീടിൻ്റെ ഡിസൈൻ കണ്ടുപിടിച്ച് അതൊന്ന് ബ്ലൂ പ്രിൻ്റ് അടിച്ച് നമ്മളത് ചെയ്യണം. ഈ ഹോസസിനെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്നുണ്ടല്ലോ മറ്റേ നമ്മളെ റൈഡർ ഇല്ലേ, ഏത് റൈഡ് വരുന്ന സാധനം പില്ലേജർ, ആ സാധനത്തിനാണ് ഓർമ്മ വരുന്നത്. കാരണം എന്താണെന്ന് അറിയാം, ഞാനൊരു സെർവറിൽ കളിക്കുന്നുണ്ട്, എൻ്റെ സ്വന്തം സെർവറാണ്. അപ്പം അതിനകത്ത് കയറുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ റൈഡ് അതിനകത്ത് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഇതിൽ വരുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നു, മീൻസ് അതിൻ്റെ എപ്പിസോഡ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പം ഇനി ഞാൻ വല്ലതൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ എന്തായിരുന്നു ഗ്രൈൻഡിങ്ങിലോട്ട് കിടക്കാം. എന്നിട്ട് ഞാൻ വീടിൻ്റെ ബ്ലൂ പ്രിൻറ്റ് വരച്ച് കാണിച്ചു തരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ സെഷനായിട്ട് അപ്ഡേറ്റ് ചെയ്യണോ എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നെങ്കിൽ ഞാൻ വീടുണ്ടാക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും മീൻസ് ഞാൻ റീപ്ലേ ഒന്നുമല്ല, ബട്ട് ഞാൻ ബിൽഡ് ചെയ്യുന്ന ഇങ്ങനെ സ്പീഡിൽ ഇട്ടാണ്ട് നിങ്ങളെ കാണിച്ചു തരാം. അത്ര എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, കാരണം ഞാൻ ജാവയിലല്ല ഒന്നാമത് കളിക്കുന്നത്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇതിൽ ഓക്കെ അങ്ങനെ കുറച്ച് മോഡും കാര്യങ്ങളൊന്നും ഇടത്തില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പം നമ്മൾ റീപ്ലേ ഇടാൻ പാടില്ല. ഓക്കെ, അപ്പം ഇനി എന്താണെന്ന് ഞാൻ ഒന്നും പറയുന്നില്ല, നമുക്ക് വേഗം നമ്മളെ ഗ്രൈൻഡിങ്ങിലോട്ട് കിടക്കാം. അപ്പം ഞാൻ എന്താണെന്ന് ഇപ്പം ഈ ഗ്രൈൻഡിങ്ങിൻ്റെ ഇടയിൽ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഓക്കെ, എന്താ ഓക്കെ തന്നെ ന്യൂമർ ഈ നേരത്തെ സ്പോൺ ആവുന്നതാ, ഉറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. അയ്യോ ഇപ്പം ചത്താ തീർന്നു. വേഗം 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 വേഗം. എടാ ഈ മഴ പെയ്താൽ എന്താണെന്നറിയത്തില്ല, നൈറ്റായിട്ടൊന്നും ഇല്ല, ബട്ട് ദേ ആർ വെരി ബാഡ്. ഓ ഹോട്ട് 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 നേത്ത് ഇതെന്തോന്നു. ഓക്കെ, അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീട് കുറച്ച് തോനെ വലുതാണ്. ഓക്കെ, അപ്പം അതിനാവശ്യമുള്ളത് ഇത്രയൊന്നും മതിയാവില്ല. ഞാൻ ഇത്രയും ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു 10 ആക്സാണ്ടോ കുറച്ച് തോനെ ആക്സാണ്ടോ പൊട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് എന്ത് കണ്ടിട്ടുണ്ടായിരുന്ന സ്പ്രൂസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെയാണ് ഞാൻ ട്യൂട്ടോറിയൽ നോക്കിയത്, അപ്പം ഉണ്ട് അതിനകത്ത് സ്പ്രൂസ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് നോക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ സ്പ്രൂസ് വെട്ടണം, അതുപോലെ തന്നെ സ്റ്റോൺ ഇഷ്ടം പോലെ വേണ്ടി വരും. ഓക്കെ, പിന്നെ അത് മാത്രമല്ല നമുക്ക് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വരും. പിന്നെ ഇവിടെ നോക്കി ഇത് ഞാൻ പിന്നെ കുഴിച്ചിട്ടാണ്, ഇവിടെ ഉണ്ടല്ല, ഇവിടെ ഇപ്പോൾ ഒറ്റൊരു മറ്റേ സാധനവും ഇല്ല. ഓക്കെ, ഇതൊക്കെ പിന്നെ എനിക്ക് അതിനോടൊന്നും മൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഒറ്റൊരു നമ്മൾ ഹുക്ക് വിട്ടില്ല, ഒക്കെ ഞാനങ്ങനെ എടുത്ത്. ഓക്കെ, ഇനി അപ്പുറത്തെ ഐലൻഡിൽ കുറച്ചുണ്ടായിരുന്നു, അവിടുന്ന് ഞാൻ കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇനി നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു സ്പ്രൂസ് ബയോം ഉണ്ട്. പിന്നെ ഇതിവിടെ വെറുതെ ഇങ്ങനെ നടന്നാൽ മതി. ഇവിടെ 2 വൂൾഫ് ഉണ്ട്. ഈ വൂൾഫ് എന്തെയാണ്, നമ്മളെ മറ്റേ ഷീപ്പിനെ വെട്ടിക്കൊല്ലുന്നു, നമ്മളത് കളക്ട് ചെയ്യുന്നു. ഓക്കെ, ഫുഡ് കിട്ടാൻ വേണ്ടി. ഓക്കെ, ഫുഡിന് ഞാൻ ഫാമൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇവിടെയാണ് ഞാൻ പറഞ്ഞ സ്പ്രൂസ് ഉള്ളത്. ഓക്കെ, ഇതാ ഇവിടെ. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് വലിയ വലിയ തടികളൊക്കെ നമ്മൾ വെട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി റീപ്ലാന്റ് ചെയ്യാം. അതൊന്നും ഇപ്പം വേണ്ട, ഇനി അഥവാ അല്ലെങ്കിൽ വല്ല അത്യാവശ്യം വരികയാണെങ്കിൽ നമുക്കത് റീപ്ലാന്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇനി ഇതൊക്കെ വെട്ടണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഇപ്പം ഉണ്ടാക്കി വെച്ചത് ഒരു 3 ആക്സ് ആണ്. എൻ്റെ കയ്യിലാണെങ്കിൽ അയൺ ടൂൾസും കാര്യങ്ങളൊന്നുമില്ല, അതാണ് ഇവിടുത്തെ മെയിൻ വീക്ക്നെസ്. ഓക്കെ, അയൺ ടൂൾസും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഈ ഒരു ടൂൾസും കാര്യങ്ങളും ഇല്ലാത്തൊരു റിസ്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയായാലും വേഗം അയൺ ടൂൾസൊക്കെ ഒപ്പിക്കണം. ബട്ട് അതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം,
നമ്മൾ ഈ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു വീടുണ്ടാക്കാതെ ഞാൻ ഈ എപ്പിസോഡ് നിർത്തത്തില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഈ ഒരു വാക്ക് ഞാൻ പാലിക്കാതെ ഈ എപ്പിസോഡ് നിർത്താൻ പറ്റില്ല. അപ്പം ഞാൻ ആദ്യം വീഡിയോ എടുത്തത് 2 ദിവസത്തെ പ്ലേഡ് ഡേയ്സ് 2 ദിവസത്തായിരുന്നു എടുത്തിട്ടുണ്ടായത്. ഇപ്പം നിങ്ങൾ സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും 8 ദിവസമാണ് നമ്മളെ പ്ലേഡ് ഡേയ്സ് വരുന്നത്. ഓക്കെ, അത്രയും തോളം ഞാൻ കളിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒക്കെപ്പാടെ ഗ്രൈൻഡ് ചെയ്യാൻ ടൈം എടുക്കും. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞാൽ ഈ ഒരു വുഡ് മൊത്തം നമ്മൾ വെട്ടേണ്ടി വരും. കാരണം നമുക്ക് ഫ്യൂവലില്ല. ഫ്യൂവലിന് പിന്നെ ഈ വുഡ് ഞാൻ ഉപയോഗിക്കത്തില്ല, അതുകൊണ്ട് നമുക്കിത് ഫ്യൂവലിന് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലം നിരത്തണം. ഇവിടെ ഈ ഒരു ഗ്യാപ്പ് മാത്രമാണ് ഇവിടെ ആ സെയിം വൈ ലെവൽ അല്ലാത്തത്. ബാക്കിയൊക്കെ സെയിം വൈ ലെവലാണ് കേട്ടോ കൂടുതലും. ഞാൻ ആ ഭാഗത്തൊക്കെ പോയി നോക്കി, ആ ഭാഗത്തൊക്കെ സെയിം വൈ ലെവലാണ്. പിന്നെ ഇവിടെ കുറച്ചിങ്ങനെ അതൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇതിവിടെ വരത്തുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഞാൻ മറ്റേ അവിടെ ഒരു സ്റ്റോൺ ഐലൻഡ് ഉണ്ട്. നമുക്ക് അത് മൊത്തം അവിടെയുള്ള സ്റ്റോൺ ഐലൻഡ് മൊത്തം സ്പോണിൻ്റെ അടുത്തായിട്ട് സ്റ്റോൺ ഐലൻഡ് ഉണ്ട്. ആ സ്പോണിൻ്റെ അടുത്തുള്ള സ്റ്റോൺ ഐലൻഡ് മൊത്തം നമ്മൾ എന്ത് ചെയ്യും, കുഴിച്ചെടുക്കും. മറ്റേത് കുഴിച്ച് അടിയിലോട്ട് പോയി കുറേ പണിയെടുക്കാൻ അത് പറ്റത്തില്ല. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെയുള്ള സ്പ്രൂസ് നിന്ന് കുറച്ച് തോനെ സ്പ്രൂസ് എടുക്കും. ഓക്കെ, ഇതാണ് എൻ്റെ മെയിൻ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിന് മുമ്പ് ഞാൻ വീടിൻ്റെ പ്ലാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. കാരണം എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ പ്ലാൻ വരച്ചാൽ മാത്രമേ നമുക്ക് എത്രത്തോളം അത് ഫിനിഷ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറയുന്നത്. അപ്പം ഇനി ഞാനൊന്നും വല്ലാതെ പറയുന്നില്ല, ഞാൻ ആ വീടിൻ്റെ പ്ലാൻ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, Stone in the dark, one spark, one plan. Hands in the dirt, we rise again. Wake up in the dusk, pickaxe in my grip, cold wind on my face, but I never slip. Wood in my hands, fire in the pit. I turn fear to fuel, watch me build a ship. Hear that roar, feel that rush. Night comes hard, I'm built for such. One more hit, one more climb, I'm not falling. Not this time. Block by block, we win. Block by block. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ നമ്മളെ റീപ്ലേ കണ്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മളെ ബേസ് ഏകദേശമൊക്കെ വരാൻ പോകുന്നത്. ഓക്കെ, അധികം എടുത്തൊന്നുമില്ല എന്ന് കണ്ടാൽ തോന്നും, ബട്ട് മോൾക്ക് നല്ല പണിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെയും കൂടി ഇത് വെക്കാനുണ്ട്. അപ്പോൾ ഇനി നമ്മളെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ സ്പ്രൂസ് മൈൻ ചെയ്യണം. ഓക്കെ, സോ അപ്പം എൻ്റെ ഇനിയുള്ള പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സ്റ്റോൺ മൈൻ ചെയ്ത് ഫർണസിനകത്ത് ഇടും. ആ ഫർണസത്തിന് ഇട്ട് അത് മീൻസ് അത് ഇതായി വരുന്ന സ്റ്റോണായി വരുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, സ്പ്രൂസ് മൈൻ ചെയ്യും. ഇങ്ങനെയായിരിക്കും എൻ്റെ പ്ലാൻ ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇനി ഞാൻ വല്ലതൊന്നും പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിനി നമ്മളെ വീടുണ്ടാക്കുന്ന റീപ്ലൈ കൂടി ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ അതുകൂടി ജസ്റ്റ് കണ്ടെടുക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു പരിപാടി കൂടി വേണ്ടിക്കട്ടെ. ഓക്കെ, കാരണം ഈ ഫസ്റ്റത്തെ എപ്പിസോഡിൽ തന്നെ വിത്തൗട്ട് എനി അയൺ ടൂൾസ്. ഓക്കെ, അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഓസിന് ഉണ്ടാക്കിയത്, മീൻസ് ഓസിന് വാങ്ങിയത്, ഇത് ഓസിന് എടുത്തത്. ഓക്കെ, അപ്പം ഇതുകൊണ്ടൊന്നും ആകത്തില്ല. നമ്മൾ മൈൻഡ് ചെയ്യാൻ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നമുക്ക് അയൺ പ്രോപ്പറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. കാരണം മീൻസ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളെ ഇത് സ്പെൻഡിങ് ഫ്രീഡം എന്ന് പറയില്ല. അതായത് നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് എത്രത്തോളം മടിയില്ല. കാരണം അത് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ബോറോ ചെയ്താണ്. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി കുറച്ച് തോനെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച് എനിക്കിത് സ്പെൻഡ് ചെയ്യാൻ ഒരു പണി ഉണ്ടാവത്തില്ല. ഓക്കെ, ഒരു പേടി ഉണ്ടാവത്തില്ല. അപ്പം ഞാൻ വല്ലതും പറയുന്നില്ല. ഞാൻ ലാസ്റ്റ് ഗ്രൈൻഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത അപ്ഡേറ്റ് തരുള്ളൂ. അപ്പം ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുത്ത് വരാം. ഗൈസ്, ഞാൻ മൂഞ്ചി കേട്ടാ. ഞാനൊരു സംഭവം നിങ്ങളോട് ഞാൻ ഇനി തുറന്ന് പറയട്ടെ. എനിക്കിത് അറിയത്തില്ലായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് പറയാം. ഞാൻ ഇതുവരെ ഈ സംഭവം നോക്കിയിട്ടില്ല കേട്ടോ. അതാണ് വേറൊരു പ്രശ്നം. ഓക്കെ, ഞാൻ കുറച്ച് ഒരു ഏകദേശം ഒരു 1.5 വർഷം ഗ്യാപ്പ് ഇട്ടാണ് ഇപ്പോൾ മൈൻക്രാഫ്റ്റ് കളിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ ഞാനിങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ ഞാനുണ്ടല്ലോ ഈ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സാധനത്തിൽ വെച്ചിട്ട് എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടത് ഇതാണ്. ഓക്കെ, ഇതാണ് എനിക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പം ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഈ കോബിൾ സ്റ്റോൺ ഇതിലോട്ട് വെച്ചപ്പോൾ ഇതിനകത്ത് കിടക്കുന്നു. എടാ, ഇത്രയും പണിയുള്ള ഞാൻ എൻ്റെ എത്ര ഫ്യൂവലാണ് വേസ്റ്റ് ചെയ്തതെന്ന് അറിയാം. ഞാൻ ഭാഗ്യം കൊണ്ട് ഞാനത് മൊത്തത്തിൽ ചെയ്തിട്ടില്ല. ഇല്ലെങ്കിൽ ആകെ മൂഞ്ചിയാലും. ഇനിയിപ്പോൾ ഇതിൽ ഫ്യൂവലൊക്കെ എടുത്ത് കളയണം. കാരണം ഇതിൽ ഞാൻ ഇഷ്ടം പോലെ ഫ്യൂവൽ വെച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ എടുത്ത് കളയണം. എന്ത് മണ്ടത്തിലാണ് ഞാൻ ഈ കാണിച്ചത്. എല്ലാ ഫ്യൂവലും എടുത്ത് കളയിട്ട് ഒരു മണ്ടൻ. ഇതെനിക്ക് അറിയത്തില്ല. ഞാൻ ഇത്രയും കാലം മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് എനിക്കിത് അറിയത്തില്ല.
ഓക്കെ. അപ്പം ഇനി ഇത് വേഗം എടുത്ത് കളയണം. ഓ മാൻ, മൊത്തത്തെ പണിയാണ്. ഞാനിങ്ങനെ ഓരോ വള്ളിയാണ് ഓരോ ദിവസം, എന്തെങ്കിലും ഒരു വള്ളി വരണല്ലോ. എത്രങ്ങാനും ഫ്യൂവലാന്നറിയാം ഇതിനകത്ത് ഉണ്ടാക്കിയത്. ഇത്രയും ഫ്യൂവൽ ഉണ്ടാക്കിയതൊക്കെ വെറുതെയാണ്, വേസ്റ്റ്. ഓക്കെ, ഇതിനകത്തെടുത്തു. ഇതിനകത്ത് എടുക്കണം, ബാക്കി ഇതിനകത്ത് ഉണ്ടാക്കാം. ഇതിനകത്ത് ഓക്കെ, വെറുതെ തോനെ ഫ്യൂവലാണ് ഞാൻ വേസ്റ്റ് ആക്കുന്നത്. എനിക്കിതിൽ സ്റ്റോണിൻ്റെ ആവശ്യം വരുന്നില്ല സംഭവം. ഓക്കെ, സ്റ്റോണിൻ്റെ ആവശ്യം ഇല്ലാത്തടത്ത് ഞാൻ സ്റ്റോൺ വെക്കുന്നു. എനിക്ക് ആ ശരിക്കും വേണ്ടത് മറ്റേ സ്റ്റോണിൻ്റെ സ്ലാബാണ് എനിക്ക് വേണ്ടത്. മീൻസ് സ്റ്റോണിൻ്റെ മീൻസ് ആ സ്റ്റോൺ ബ്രിക്കാണ് വേണ്ടത്. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ച വലിയൊരു മണ്ടത്തരം കേട്ടോ. ഇനി ഈ മണ്ടത്തരം നിങ്ങളൊരു കാണിക്കേണ്ട കേട്ടോ. എന്ത് മണ്ടനാടാ ഞാൻ, എനിക്കിത് അറിയത്തില്ല. ഇനിയിപ്പോൾ ഞാൻ നേരെ സ്പ്രൂസ് മൈൻഡ് ചെയ്താൽ മതി. കാരണം അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഞാൻ റെഡി ആക്കിയിട്ട്, ഇനി സ്പ്രൂസാണ്, ഒരു ലോട്ട് ഓഫ് സ്പ്രൂസ് വേണം. കാരണം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഇതിനകത്ത് കൂടുതൽ ഡെക്കറേഷൻസ് സ്പ്രൂസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യില്ല, അതൊക്കെ സ്പ്രൂസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഞാൻ എൻ്റെ അയൺ വെറുതെ വേസ്റ്റാക്കി കളഞ്ഞ് എനിക്ക് ഷിയേഴ്സും ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലീഫ് കിട്ടണം. ഓക്കെ, അപ്പം ലീഫ് കിട്ടാൻ ഷിയേഴ്സ് ഉണ്ടാക്കാൻ ഞാൻ എന്തായാലും മൈനിങ്ങിന് പോകേണ്ടി വരും. പിന്നെ ഇപ്പോൾ കിട്ടിയ അയൺ വെച്ച് ഒരയണ് ഞാൻ വഴി തെറ്റി എവിടെ പോയപ്പോൾ കിട്ടിയതാണ്. അത് വഴി തെറ്റി പറഞ്ഞാൽ ഇത് മൊത്തത്തിലൊരു ഐലൻഡ് പോലെയാണ് കേട്ടോ. അത് ഞാൻ ഇനി ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ സാധ്യത വന്നാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി എന്തായാലും ഞാൻ ആ സ്പ്രൂസ് കൂടി വെട്ടിട്ട് ഇച്ചതി മണ്ടത്ര ഇനി നിങ്ങൾ ആരും പോയി ചെയ്യേണ്ട, ഞാൻ ഓൾറെഡി ചെയ്തു, ഞാനൊരു മണ്ടനായതുകൊണ്ട്. ഓക്കെ, ഇത് ഞാൻ പറയുന്നു, ഞാൻ പ്രോ അല്ല, ഞാൻ ന്യൂബാണ്. ഓക്കെ, എത്ര വേണമെങ്കിലും ചാവാം, എത്ര വേണമെങ്കിലും അങ്ങനെയൊക്കെ ആവാം. അവർക്ക് ഞാൻ ഇപ്പോൾ തന്നെ സമ്മതിച്ചായിരുന്നു. ഇനി നിങ്ങളാരും വന്നെ കളിയാക്കരുത്. ഇപ്പോൾ 15ാമത്തെ ദിവസമാണ്. 8ാമത്തെ ദിവസത്തിലാണ് ഞാൻ ആദ്യം റെക്കോർഡ് ചെയ്തിരുന്നത്. ഇത് 15ാമത്തെ ദിവസം. ഇപ്പോഴാണ് ഈ മണ്ടത്തരം ഞാൻ കണ്ടുപിടിക്കുന്നത്. ഇത്രയും സ്റ്റോൺ ഗ്രൈൻഡ് ചെയ്തിട്ട് ഇപ്പോഴാണ് ഞാൻ ഈ മണ്ടത്തരം കണ്ടുപിടിക്കുന്നത്. ഇത്രയും സ്റ്റോൺ ഞാൻ ഗ്രൈൻഡ് ചെയ്തു, എന്നിട്ട് ഞാൻ വെറുതെ കോബിൾ സ്റ്റോൺ വെച്ച് നോക്കിയതാണ്. അപ്പോഴാണ് ഇതിനുള്ളിൽ ഈ സംഭവം കാണുന്നത്. ഉണ്ടല്ലേ, ഈ മണ്ടത്തരം ഇനി ഞാൻ ചെയ്യത്തില്ല എന്ന് ഞാൻ എന്നോട് ശപഥം ചെയ്യുന്നു. ഇനി എന്തായാലും ഞാൻ വല്ലതും പറയുന്നില്ല. ഞാൻ എന്തായാലും ഇവിടെ ബ്ലൂ പ്രിൻ്റ് വെച്ചിട്ട് കുറേ നേരം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു, നമ്മളെ റീപ്ലേയിൽ വേണമെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുക എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ശരിക്കും ഞാൻ വീണ്ടും എടുത്ത് നോക്കിയപ്പം ഇവിടെ ഇനിയൊരു 5 ബ്ലോക്ക് ഗ്യാപ്പ് ഇട്ടാണ്ടും കൂടി വരുന്നുണ്ട്. ഓക്കെ, ഞാനിത് കുറേ ആലോചിച്ചു, ഇത് ഇത്ര സ്മോളായത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ട്യൂട്ടോറിയൽ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പം ഞാൻ അതും കൂടി ആഡ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ബൈ മിസ്റ്റേക്ക്, സോറി. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ബാക്കി ചെയ്തിട്ട് വരാം. Spawning weak, bare hands, no gig. I laughed that hard, but I stayed right here. Stone sword dreams in a dirt block room. Hard in my throat when the creepers bloom. I missed that jump, fell right through. Lost my stuff, had to start brand new. They said you can, I said watch me. Built from the mud, now I'm hard to break free. Took L after L, still queued up alone. Cold sweat, cracked screen, rage in my phone. One more round, one more fight. I learned to survive in the dark of night. Every hit I took made my aim grow clean. Every bruise taught me what pressure means. No luck, no cheat, just hands and grind. I was dead weight first, now I outrank time. Pressure on my back, doubt in my ear. Kept my head up, kept my lane clear. One last heart, one last chance. If I get knocked, I'll swing again. I respawn, I'll rise. I never stay down. I respawn, I'll rise. I take my crown. I respawn, I'll rise. When the whole world shakes. I respawn, I'll rise. I don't break. Respawn, I'll rise. Respawn, I'll rise. Now I'm full armor, sharp with the plan. Read the whole map like the lines in my hand. Clutching the smoke when the numbers get thin. One heart left, still I force my way in. Pearl in the void, make the bad dream bend. Block straight swing, then it's over again. They want my spot, let them come for the prize. I built this fight from the tears in my eyes. Real life hit me like a shockwave boss. Bills in the doubt, tried to double my loss. People who doubted me wanted me small, but I heard that whisper and answered them all. Late nights, long grind, no crowd, no cheer. Still I kept going through the static in fear. Every respawn turned pain into fuel. Now I move mean like I made the rules. Pressure on my back, doubt in my ear. I kept my head up, kept my lane clear. One last heart, one last chance. If I get knocked, I'll swing again. I'll respawn, I'll rise. I'll never stay down. I'll respawn, I'll rise. I'll take my crown. I'll respawn, I'll rise.
to a nightmare, I earned that name. Every loss had teeth, but I lit that flame. If I crash, I come back stronger. If I fall, I climb harder. No more fear when I face that screen. I'm the one they can't discard now. I respawn, I rise. I never stay down. I respawn, I rise. I take my crown. I respawn, I rise. When the whole world shakes. I respawn, I rise. I don't break. സോ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ നമ്മളെ റീപ്ലേ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം റീപ്ലേയിൽ കുറച്ച് തോനെ നേരം എടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു ഈ സ്ട്രക്ചർ എടുക്കാൻ വേണ്ടി ഏകദേശം ഒരു 2, 3, 4, 5 മണിക്കൂർ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് കുറച്ച് പണിയുള്ള പരിപാടിയാണ്. ഓക്കെ, റീപ്ലേ ഞാൻ മാക്സിമം ചെറുതാക്കാൻ നോക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു ക്ലിപ്പൊക്കെ 49 മിനിറ്റൊക്കെ ഉള്ള ക്ലിപ്പ് ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് ഞാൻ തന്നെ അന്തം വിട്ടു പോയി. ഓക്കെ, പിന്നെയെന്ന് പറയാനുള്ളത് സൗണ്ടിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യാനുള്ള കാരണം ഇത് ഞാൻ 3 ദിവസം എടുത്തിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഇനി ഇത് നീട്ടി വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇന്ന് മീൻസ് ഇന്ന് ഇതിൻ്റെ പിറ്റേ ദിവസമാണ് ഇത് പോസ്റ്റ് ആവുക. ഓക്കെ, അപ്പോൾ അത് ഇന്ന് ഈ വീഡിയോ ഇട്ട സെയിം ദിവസമാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു സംഭവം അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസിൻ്റെ കുറവുണ്ട്. മീൻസ് ഇവിടെ ഇങ്ങനെ നമ്മുടെ ഇത് വെച്ചിട്ട് മീൻസ് മറ്റേ ക്യാമ്പ് ഫയർ വെച്ചിട്ടുള്ള സംഭവം ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഇതാക്കിയത് വെച്ചൊക്കെ ക്യാമ്പ് ഫയർ വെച്ചിട്ടുള്ള സംഭവം ചെയ്യാനാണ്. അത് പിന്നെ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ട്യൂട്ടോറിയൽ നോക്കിയപ്പോഴാണ് ഈ സാധനം കണ്ടത്. ലാസ്റ്റ് അതിന് വേണ്ടി ഞാൻ 1 മണിക്കൂർ ഇരുന്ന് മൈൻ ചെയ്തിരിക്കണം. പക്ഷേ റിസൾട്ട് ഉണ്ട് കേട്ടോ, മൈൻ ചെയ്തതിന് റിസൾട്ട് ഉണ്ട്. ഓക്കെ, റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ച് തോനായാണ് കിട്ടിയിരുന്നു. ഏകദേശം എന്ന് വെച്ചാൽ നമ്മളൊരു അയൺ ഫാം ഉണ്ടാക്കണ വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. 1, 2 മൂന്നാമത്തെ സ്റ്റാക്ക്. ഓക്കെ, 3 സ്റ്റാക്ക്. ബാക്കി പിന്നെ ഞാൻ ഉപയോഗിച്ചു നമുക്ക് ഷിയേഴ്സ് ഉണ്ടാക്കണതിന്. പിന്നെ ഇവിടെ ആണ്ടൊരു 15 ഉണ്ടായിന്. അത് ഞാൻ എടുത്ത് വെച്ച് അതും ഞാൻ ഉപയോഗിച്ചെന്ന് തോന്നുന്നു. അത് എനിക്കറിയത്തില്ല, ഞാൻ ഉപയോഗിച്ച് കാണും. ഞാൻ ഉപയോഗിച്ചെന്ന് തോന്നുന്നു. പിന്നെ ഫുഡിന് മെയിൻ പ്രശ്നമാണ്. എൻ്റെ കയ്യിൽ ഫുഡ് സ്റ്റോക്കില്ല. പിന്നെ ഇതാണല്ലോ, ഇതാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതാണെങ്കിൽ എനിക്ക് ഫാം ചെയ്യും വേണം. ഓക്കെ, അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഇപ്പം ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ വളർന്നാൽ പിന്നെ പറഞ്ഞാൽ മൈൻക്രാഫ്റ്റിൽ ഗെയിം പോസാണ് ഫീച്ചർ ഉള്ളതുകൊണ്ട് ഞാൻ ഗെയിമിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ അത് വളരത്തില്ല. അങ്ങനൊരു കാര്യം കൂടി അവിടെ ഉണ്ട്. അതുകൊണ്ട് അതും ഒരു പ്രശ്നം തന്നെയാണ്. ഓക്കെ, പിന്നെ പറയാനുള്ളത് ഞാൻ ഈ സാധനം മൈൻ ചെയ്യാൻ പോകണമെന്ന് വിചാരിച്ചിട്ടില്ല സംഭവം. ഓക്കെ, അപ്പോഴാണ് എനിക്ക് ഈ ഒരു സാധനത്തിൻ്റെ ഭയങ്കര അത്യാവശ്യം. അപ്പം എന്ത് ചെയ്തു, ഇറ്റ്സ് നെസസറി ആയിപ്പോയി. ഇല്ലെങ്കിൽ ഞാനിത് മൈനിങ്ങിന് ഇറങ്ങത്തേ ഇല്ല. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഹോ ക്രാഫ്റ്റ് ചെയ്യണം. ഒരു ഹോ ക്രാഫ്റ്റ് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ താങ്ങുന്നൊക്കെ ചെയ്യാം. ഓക്കെ, നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ, അതായത് ഈ ഒരു ഏരിയയിൽ ഫാമും പിന്നെ എൻ്റെ പൊന്നു ഒന്ന് നിർത്തുമോ, അഡ്വാൻസ്മെൻറ്റ് കിട്ടുന്നതാണ്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നമ്മളെ ആടും പോത്തൊക്കെ ഇരിക്കുന്ന സ്ഥലം മനസ്സിലായില്ലേ, മൃഗശാല. ഓക്കെ, പിന്നെ ഈ ഒരു ഏരിയയിൽ നമ്മുടെ ഫാമുമായിട്ട് അയക്കാരം ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഞാൻ അപ്പോഴാണ് അത് ആലോചിച്ച് ഇവിടെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിരുന്നു. ബട്ട് അവിടെ ഞാൻ ചെയ്തിട്ടില്ല. ഇതിൻ്റെ സെൻട്രൽ ബ്ലോക്ക് ചെയ്ത് ഇതാണ് സെൻട്രൽ ബ്ലോക്ക്. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു നമുക്ക് പിന്നെ വേറൊരു പ്ലാനും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ സ്പ്രൂസിൻ്റെ ബാക്കിയുള്ളത് നമുക്ക് ഇത് ഉപയോഗിക്കാം. മറ്റേ ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ വെള്ളച്ചാടി ആകെ അലമ്പാവും. മഴ ഇഷ്ടമല്ല ഈ സാധനം, മഴ. നമ്മൾ മറ്റേ ഷെയ്ഡറൊക്കെ ഇട്ടാൽ മഴ, മീൻസ് ടെക്സ്ചർ പാക്ക് ഇട്ടാൽ മഴ കാണുന്ന ഒരു വൃത്തിയട്ട സ്വഭാവം. മിക്കവാറും ഞാൻ ഈ മഴ കാണാതൊക്കെ ഉള്ള ടെക്സ്ചർ പാക്ക് ഇടും ചേട്ടാ.
17 ക്യാരറ്റ് ഉണ്ട്. ഇതൊന്നും തികയത്തില്ല. നമുക്ക് ക്യാരറ്റ് കുറച്ച് തോനെ കുഴിച്ചിടണം. ഫുഡ് ഫാം എന്തായാലും അടുത്ത അതിൽ ഉണ്ടാക്കേണ്ടി വരും. നമുക്ക് ജൈൻജാൻറ്റിക് വേണം. ഇത് നമ്മൾ വെറുതെ ഷോക്ക് വെക്കുന്നത്. ഓക്കെ, തൽക്കാലം നമുക്കിതൊക്കെ ഇവിടെ കുഴിച്ചിട്ട് നോക്കാം. കഴിഞ്ഞ് എന്തായാലും ഇതിവിടെ ഉണ്ടാവണം. ഓക്കെ, എൻ്റെ അടുത്ത് തീരെ ഫുഡില്ല. അത്യാവശ്യം വന്നാൽ അതിൽ നിന്ന് എടുക്കാം. ഇനി എന്തായാലും നമുക്ക് കുറച്ച് ആടിനെയും പൊട്ടിനെയൊക്കെ വെട്ടിക്കൊല്ലാം. എല്ലാം ഒന്നും പറ്റത്തില്ല ഇതിന്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ യുവന്മാരെ നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കണം. അതിന് വേണം നമുക്ക് എന്ത്, അതിന് നമുക്ക് വീറ്റ് വേണം. അതിന് വീറ്റ് ഇതാക്കിയിട്ടില്ല. ഓക്കെ, അപ്പം അടുത്ത എപ്പിസോഡിൽ മിക്കവാറും ഞാനൊരു ഫുഡ് ഫാം ആയിരിക്കും ഉണ്ടാകുക കേട്ടോ. വരുമോ കുട്ടാ? നമുക്ക് ഇവിടെ കഴിയുന്ന അനിമൽസിനൊക്കെ ഫില്ല് ചെയ്യാം. ഇവിടെ ഞാനൊരു ആടിനെ ഓൾറെഡി ഫില്ല് ചെയ്തു. ഇതറാ ബാക്ക്. അയ്യോ പോലെ ഉള്ളതും പോയി. ഇങ്ങോട്ട് വാടാ. മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്ക് സോംബി സ്പോൺ ചെയ്യണം കേട്ടോ മോളുടെ. ഓക്കെ, നമുക്ക് ഇതിലൂടെ ഇറങ്ങാം. നമ്മൾ നോക്കണം. അയ്യോ എൻ്റെ പൊന്നോ. ഓക്കെ, അപ്പം ഇതാണ് ഇൻറ്റീരിയർ. ഒരു പരിപാടി എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടാണ്ട് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. അതൊക്കെ ഞാൻ മിക്കവാറും ഓഫ് ക്യാമറയിൽ ഇരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ബോറ് പരിപാടിയാണ്. അതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പം മീൻസ് നെക്സ്റ്റ് എപ്പിസോഡിൽ വേണമെങ്കിൽ ഞാനതൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം സാധാരണ ഇങ്ങനെ ആരും ചെയ്യത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഫസ്റ്റ് തന്നെ ബേസ് ഉണ്ടാക്കുക, ഫസ്റ്റത്തെ എപ്പിസോഡ് തന്നെ. ഓക്കെ, ഏകദേശം 37 ദിവസമായിട്ടോ ഈ മൈൻക്രാഫ്റ്റ്. ഓക്കെ, പിന്നെ ഇവിടെ ഞാൻ ഫുൾ ഗ്ലാസ് വെച്ചിട്ടില്ല. ഗ്ലാസ് ഇനി കുറച്ച് ഇത് മൈൻഡ് ചെയ്യണം. അതൊക്കെ നമുക്ക് വല്ല ചെയ്യാം. പിന്നെ വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇതൊന്നും ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ. ഈ മഴ ഭയങ്കര ബോറായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇനി ആ വീഡിയോൻ്റെ ലെങ്ത്തും എല്ലാം കൂട്ടുന്നില്ല. കാരണം ഞാൻ ഇപ്പം തന്നെ ഇഷ്ടം പോലെ നേരം കളിച്ചു. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിനടിയിലുള്ളത് തുറക്കും. ഓക്കെ, ഇതിനടിയിൽ ഭാഗത്ത് അടിയിൽ വരുന്നത് ഇത് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ഇവിടെ മിക്കവാറും നമ്മുടെ സ്റ്റോറേജ് ഏരിയ ആയിരിക്കും കേട്ടോ. അങ്ങനെ ആവാനാണ് സാധ്യത. എൻ്റെ പ്ലാൻ അനുസരിച്ച് അങ്ങനെ ഏക്കാരം. വലിയ പ്ലാനൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഇനി ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളെ ബേസിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി എല്ലാവർക്കും നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി വേണമെങ്കിൽ ഇന്നിപ്പോൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് മിക്കവാറും നമ്മളെ വീഡിയോ കാണത്തുള്ളൂ. കാരണം ഞാൻ കുറച്ച് കണ്ണിന് റെസ്റ്റ് കൊടുക്കട്ട്. എൻ്റെ പൊന്നോ, എത്ര നേരം കളിച്ച് കയറിയ ഇതിനകത്ത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് റൂട്ട് 50 ആക്കണം. എന്നാൽ മാത്രമേ എനിക്ക് ലൈവ് സ്ട്രീമിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം അതെൻ്റെ ഒരു ഗോളാണ്. അപ്പം നിങ്ങളെല്ലാവരും കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് 50 അടിക്കാൻ പറ്റും. 50 അടിച്ചാൽ ഞാൻ സ്പോട്ടിൽ സ്ട്രീം ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. കാരണം സ്ട്രീം ചെയ്തണം. അത് സ്ട്രീം ചെയ്താൽ കുറച്ചും കൂടി റീച്ച് കിട്ടും. ഓക്കെ, എൻ്റെ റീച്ചിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് വലിയ നഷ്ടമൊന്നും ഇല്ലല്ലോടെ. ഓക്കെ, അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ വീഡിയോ ലാഗ് ആക്കുന്നില്ല. ലെറ്റ്സ് വൈൻഡ് അപ്പ്.